എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പുള്ളിപ്പാടം കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. എൻ്റെ ഫാമിലി ഉണ്ട് കൂടെ. അപ്പോൾ ഇന്ന് സൺഡേ കാരണം ഇന്ന് ജോലിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കറങ്ങാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പുള്ളിപ്പാടം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് ഈ പുള്ളിപ്പാടം ഉള്ളത്. ഒട്ടുമിക്ക പേർക്കും അറിയാം, നമ്മളെ മഞ്ജു വാര്യരുടെ വീടൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ലൊരു ഭംഗി തന്നെയാണ് അവിടെ കാണാൻ, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. പിന്നെ ഇവിടെ കള്ള് ഷാപ്പുണ്ട് കേട്ടോ. കള്ള് ഷാപ്പ് എന്ന് പറയുന്നത് കള്ള് കുടിക്കൽ മാത്രമല്ല, ഇവിടെ കറികൾ കഴിക്കാം, നല്ല നല്ല കറികളുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ചായക്കടി ഉണ്ട്. ഫാമിലിക്ക് വരുന്നവർക്ക് ചായയും അത്യാവശ്യം കറികളും എണ്ണക്കടികളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി ഒരു വൈബിൽ തന്നെ ഇരുന്ന് ചായയും കുടിക്കാം ഇവിടെ. അതുപോലെ ഇതാണ് താമരപ്പാടം. താമരപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് താമരയായിരിക്കും. നമുക്ക് ഈ കല്യാണത്തിലുള്ള ചെക്കനും പെണ്ണിനൊക്കെ ഫോട്ടോഷൂട്ട് എടുക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ സീസൺ അല്ലാത്ത കാരണം താമരയൊന്നുമില്ല. അപ്പോൾ ആകെ വെള്ളം കെട്ടി കിടക്കണം ഇവിടെ. അതുപോലെ ഇവിടെ ഈ ഫോട്ടോഷൂട്ടിനുള്ള വഞ്ചികളും ഒക്കെ ഇവിടെ കയറ്റിട്ടൊക്കെയാണ്. അപ്പോൾ ആകെ മഴയായ കാരണം ഇപ്പോൾ അതിൻ്റെ ഒന്നും സർവീസ് ഇല്ല ഇവിടെ. തൃശ്ശൂർ ജില്ലയിലുള്ളൊരു ഗ്രാമമാണ് പുള്ളിട്ട. ഭയങ്കര എന്താ പറയുക, കൂൾപ്പാടങ്ങളാണ് ഇവിടെ കൂടുതലും. അതുപോലെ പക്ഷികളും മീനുകളും അങ്ങനെ അടിപൊളി ഒരു പ്രദേശമാണ് ഈ പുള്ളി. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക കാഴ്ചയാണ്, ഒരുപാട് ദേശാടന പക്ഷികൾ വരാറുണ്ട് ഇവിടെ. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒന്ന് രണ്ട് പക്ഷികളെ കണ്ടു. പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത്രയും കിട്ടാത്ത കാരണം കൊണ്ടാണ്. അതുപോലെ പക്ഷി നിരീക്ഷകരുടെ ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് തന്നെയാണ് ഈ പുള്ള് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ മെയിനായിട്ട് മനക്കൊടി അതുപോലെ പുള്ള്, ഈ രണ്ട് സ്ഥലങ്ങളാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ടൂറിസം കേന്ദ്രം എന്ന് പറയുന്നത്. ചുറ്റിനും ഈ പറഞ്ഞ കോൾപ്പാടങ്ങളാണ്. അത് കാണാൻ തന്നെ ഒരു അടിപൊളി കാഴ്ചകളാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ നമ്മുടെ അടുത്ത് ഇപ്പം വന്നിട്ടാ. അപ്പോൾ ആളിങ്ങനെ വന്ന് എൻ്റെ കൂടെ വരാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു ആൾ. പിന്നെ എനിക്ക് കുറച്ച് പേടിയായ കാരണം ഞാൻ ആളെ പതുക്കെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആളൊരു നെടുവീർപ്പൊക്കെ ഇട്ട ആൾ തിരിച്ചു പോയി. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ് തൃശ്ശൂർ കോൾപ്പാടങ്ങൾ നെൽകൃഷിയൊക്കെ ആരംഭിച്ചത്. നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിക്കുന്ന കൃഷിയുടെ 40% ഇവിടെ നിന്നാണ് സംഭരിക്കുന്നത് കേട്ടോ. ഈ പുള്ളി വഴി കൂടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് മനക്കൊടിക്ക് പോകാൻ പറ്റും. പക്ഷെ മനക്കൊടി പോകുന്നതിൻ്റെ പകുതിയിലെത്തിയപ്പോൾ അവിടെ ഒരു പാലം പൊളിച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ നേരത്ത് ഇതിലെ വേറൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു, ഒരു മണ്ണിട്ട വഴിയുണ്ട്. പക്ഷേ ആ വഴി പോയിട്ട് വേറൊരു ആളുടെ വണ്ടി അവിടെ മണ്ണിൽ താഴ്ന്ന് കിടക്കാണ്. അപ്പോൾ അത് അവരാകെ പെട്ടിരിക്കുകയാണ്, ക്രെയിൻ വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴയായിരുന്നു, അടിപൊളി മഴ പെയ്തു. അതോടുകൂടി ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റണ്ടേ, കാരണം അത്രയും പേർക്ക് കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറിപ്പോണ്ടി വന്നു. എത്തിയപ്പോൾ വലിയ മഴയില്ലായിരുന്നെങ്കിലും പിന്നീട് നല്ല മഴയായിരുന്നു. പിന്നെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, കാരണം നല്ലൊരു മഴ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യമുള്ളത് കണ്ട് ഈ പുള്ളിപ്പാടൊക്കെ ആസ്വദിച്ചു. നല്ല രസമാണ് മഴയത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പുള്ളിപ്പാടം കണ്ടിട്ടില്ലെങ്കിൽ വന്ന് കാണണം. നമ്മുടെ തൃശ്ശൂരിലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.